ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. എൻ്റെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ എന്നെ സഹായിച്ച ഒരു ശീലത്തെക്കുറിച്ചാണെന്ന് പറയാൻ പോകുന്നത്. നമ്മൾ മറ്റുള്ളവരെ അറിയുന്നതിനേക്കാൾ, മനസ്സിലാക്കുന്നതിനേക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും നമ്മളെ തന്നെയാണ്. നമ്മളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ മൂലം നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്യാം, ഇമ്പ്രൂവ്മെൻറ്റ്സ് എങ്ങനെ കൊണ്ടുവരാം, ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് അറിയാം, ഇതിനെക്കുറിച്ചെല്ലാം സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഫിനാൻസ്, നമ്മുടെ കുടുംബം, നമ്മുടെ കരിയർ, ഇതിലെല്ലാം നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപ് തൃശ്ശൂരിൽ എഡിസൺ സാറിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ആ സമയത്ത് എഡിസൺ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ, പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, നമ്മുടെ കരിയർ, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്സ്, ഇതിലെല്ലാം നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, നന്നായി മനസ്സിലാക്കിയിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണ്, എങ്ങനെയാണ്, നമ്മൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ അറിയാം, എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമ്മളോട് തന്നെ പറയണം. നമ്മളോട് തന്നെ പറയണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ജേണലിൽ എഴുതണം. സത്യസന്ധമായിട്ട് നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് സത്യസന്ധമായിട്ട് എഴുതാം. ഫോർ എക്സാമ്പിൾ, ഫിനാൻസിലാണ് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, അതായത് നിങ്ങളുടെ നിങ്ങളുടെ സേവിങ്സ് എന്താണ്, ഇപ്പോഴത്തെ സേവിങ്സ് എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ കടം എന്താണ്, അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചിലവുകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ എത്രയാണ്, ഇനി നിങ്ങൾക്ക് എത്രയൊക്കെയാണ് പൈസ ആവശ്യമുള്ളത് എന്നെല്ലാം സത്യസന്ധമായിട്ട് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിലാണ് മാറ്റം കൊണ്ടുവരേണ്ടതെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയാണ്, എന്തെല്ലാം സ്കിൽസാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്, എന്തൊക്കെ പോസിറ്റീവ് കാര്യങ്ങളാണ് നിങ്ങളിൽ ഉള്ളത്, എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങളാണ് നിങ്ങളിൽ ഉള്ളത്. അപ്പോൾ ആ നെഗറ്റീവ് കാര്യങ്ങൾ ഒഴിവാക്കാൻ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സിനെ സമീപിക്കാം, ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം. ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ജേണലിൽ എഴുതാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഒരു ദിവസത്തിൽ നിങ്ങൾ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ഭക്ഷണ കാര്യത്തിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചെല്ലാം ഒരു ട്രാക്കിംഗ് സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. അതിനാണ് ഈ ജേണൽ നമ്മളെ സഹായിക്കുന്നത്. ആഗ്രഹങ്ങൾ പലപ്പോഴും നമ്മൾ മനസ്സിൽ വയ്ക്കും, പലപ്പോഴും നമ്മളത് ആക്ഷൻസിൽ കൊണ്ടുവരാറില്ല. കാരണം ശ്രദ്ധ നഷ്ടപ്പെടുന്നു. ഇതേ നമ്മൾ എല്ലാ ദിവസവും ജേണലിൽ എഴുതുമ്പോൾ, ഒരു പുസ്തകത്തിൽ എഴുതുന്ന സമയത്ത് പൂർണ്ണ ശ്രദ്ധ അവിടെ വരികയാണ്. അങ്ങനെ ഫുൾ ഫോക്കസ് അവിടെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സ്റ്റെപ്സ് എടുത്തു തുടങ്ങും, ആക്ഷൻസ് എടുത്തു തുടങ്ങും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നും എന്താണ് പാഠം പഠിച്ചത് എന്നുകൂടി നമ്മൾ അതിൽ എഴുതി വെക്കണം. നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ എഴുതി വെക്കണം. അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിക്കുമ്പോൾ പലപ്പോഴും നമ്മളതിനെ അവഗണിക്കും. പിന്നീട് അതേ കാര്യങ്ങൾ തന്നെ ആയിരിക്കും വീണ്ടും വലിയ രൂപത്തിൽ നമ്മുടെ മുന്നിൽ ഒരു ദിവസം പ്രത്യക്ഷപ്പെടുക. അന്ന് നമ്മൾ ഒരുപാട് പാനിക്കാവും, സങ്കടപ്പെടും, ഭയപ്പെടും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ ഈ ജേണലിങ് നമ്മളെ വളരെയധികം സഹായിക്കും. എല്ലാ ദിവസവും ഇത് എഴുതുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി സമയമില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് എഴുതൂ. കാരണം ഒരുപാട് നല്ല പോസിറ്റീവായ മാറ്റം ഈ ഒരു എഴുത്തിലൂടെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. മാത്രമല്ല, കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ, വിതിൻ 1 വീക്കിൽ തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്കറിയാൻ സാധിക്കും. ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മളെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാകും. കാരണം എഴുതുന്ന സമയത്ത് ഫുൾ ഫോക്കസ് നമ്മളിലായിരിക്കും. നമുക്ക് തന്നെ നമ്മളെ ടേക്ക് കെയർ ചെയ്യാനും അനലൈസ് ചെയ്യാനും എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് നമുക്ക് തന്നെ മനസ്സിലായി തുടങ്ങും. എഴുതി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞതും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. ആ ഫീഡ്ബാക്കിനെ സത്യസന്ധമായി സ്വീകരിച്ച് അതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോട്, എക്സ്പേർട്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്നിലൊരു മാറ്റം വരുത്തണം, ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, ഇത് ശരിയാണോ എന്ന് നമുക്ക് പ്രിയപ്പെട്ടവരോട് ചോദിക്കാം.
നമ്മുടെ ചിന്തകൾ ഓരോന്നും ജേണലിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത് നമ്മുടെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി ഇന്നലെ എന്തായിരുന്നു ഞാൻ ചിന്തിച്ചത്, ഇന്നെന്താണ് എൻ്റെ ചിന്തകൾ, ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് എന്നെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. ഇത് നിങ്ങളുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ജേണലാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ ഇത് എഴുതരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയിൽ കൂടുതൽ ക്ലാരിറ്റിയും ഫോക്കസും കിട്ടുവാനും ആക്ഷൻസ് എടുത്തു തുടങ്ങുവാനും ഈ ഒരു ജേണലിംഗ് നിങ്ങളെ വളരെയധികം സഹായിക്കും. സോ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ, ലക്ഷ്യങ്ങളിൽ എത്തിപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി അയച്ചു കൊടുക്കൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്. All the very best.